ഇപ്പോൾ വരുൺ എന്ന കേരള പോലീസിൻ്റെ ജലപീരങ്കി സംവിധാനത്തിൽ മലിനജലമുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നിയമസഭയിലൊക്കെ വലിയ തർക്കങ്ങളും വലിയ വാഗ്വാദങ്ങളുമൊക്കെ നടന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൃത്യമായി പറഞ്ഞു, അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മലിനജലം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ പരിശോധനാ റിപ്പോർട്ട് വന്നാൽ ഉടൻ തന്നെ അത് എന്താണ് എന്നുള്ള കൃത്യമായ നടപടി സ്വീകരിക്കും. ഇതിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രത്യേക പമ്പിൽ നിന്നാണ് ഈ വരുൺ എന്ന ജലപീരങ്കി സംവിധാനത്തിലേക്ക് വെള്ളമെടുക്കുന്നത്. ഈ ടാങ്കറിനകത്ത് ഏതെങ്കിലും തരത്തിൽ ജലം കിട്ടിക്കിടന്നോ വല്ലതും മലിനമാവുകയോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തും എന്നുള്ള കാര്യം ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പിണറായി വിജയനും മന്ത്രിയായിരുന്ന കെ രാജനുമൊക്കെ കുപ്പിയിൽ ചെളിവെള്ളം നിറച്ചു കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ അത് സമൂഹ മാധ്യമത്തിൽ നമ്മളതിൻ്റെ ചിത്രങ്ങളും വാർത്തകളുമൊക്കെ കണ്ടു. മലിനജലം തന്നെയാണ് കാണുമ്പോൾ, പക്ഷേ അത് റോഡിൽ വീണ വെള്ളം പൊക്കിയെടുക്കുന്നതാണ് അല്ലെങ്കിൽ അത് കോരിയെടുക്കുന്നതാണ്. റോഡിൽ ഈ മഴക്കാലത്ത് റോഡിൽ എത്ര ശുദ്ധമായ ജലം റോഡിൽ വീഴുകയാണെങ്കിലും അത് ചെളിവെള്ളമായി മാറുകയില്ലേ? ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണകാലത്ത് ഏറ്റവും അധികം ജലപീരങ്കി പ്രയോഗവും ലാത്തിചാർജുമൊക്കെ നേരിട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത് സംബന്ധിച്ച് ചില പ്രസ്താവനകളും ചില പ്രതികരണങ്ങളുമൊക്കെ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് റോഡിൽ വീണാൽ അത് മലിനജലം തന്നെയാകും എന്നുള്ളതാണ്. പിണറായി മലിനജലം കുപ്പിയിൽ ശേഖരിച്ച് എത്തിയാണ് വിഷയം ഉന്നയിച്ചത് എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം ലാത്തിചാർജും ജലപീരങ്കിയും നേരിടേണ്ടി വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് സമൂഹമാധ്യമത്തിലൂടെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ഇത് പിണറായിയുടെ കയ്യിലെ മലിനജലം എത്തിയ വഴി എങ്ങനെ എന്ന് ഒരു പത്രത്തിലും ഇന്നുണ്ട്. മെട്രോ വാർത്തയിലാണ്. മെട്രോ വാർത്തയിലെ ചീഫ് ഫോട്ടോഗ്രാഫർ KB ജയചന്ദ്രൻ പകർത്തിയ ചിത്രങ്ങൾ ആയുധമാക്കിയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും രംഗത്ത് വന്നിരിക്കുന്നത്. നിലത്ത് വീണ വെള്ളം കുപ്പിയിൽ കോരിയെടുക്കുന്ന പ്രവർത്തകനെയും ആ വെള്ളവുമായി നിയമസഭയിലേക്ക് പോകുന്ന MLA കെ രാജനെയും കാണാം. ഈ കുപ്പിയുമായി പിണറായി വിജയൻ സഭയിൽ വിഷയം അവതരിപ്പിക്കുന്നതും വാർത്താ ചിത്രമായി നൽകിയിട്ടുണ്ട്. ജലപീരങ്കിയിൽ നിന്ന് റോഡിൽ വീണ വെള്ളം കുപ്പിയിലാക്കുന്ന ചിത്രം പുറത്തു വന്നതോടെ പ്രതിപക്ഷത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും. രാജനും വിജയനുമൊക്കെ എത്ര വലിയ കള്ളന്മാരാണ് എന്നതിന് ഇതിൽ വലിയ തെളിവ് വേണോ? റോഡിൽ വെള്ളം വീണാൽ ചെളിവെള്ളമല്ലാതെ പിന്നെ സോഡാ സർബത്താകുമോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. PMശ്രീ പദ്ധതിയിൽ നിന്ന് UDF സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPI യുവജന വിദ്യാർത്ഥി സംഘടനയായ AYFും ASFും നടത്തിയ പ്രതിഷേധം സംഘർഷമായതിന് പിന്നാലെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇതിൽ ചെളിവെള്ളം ഉണ്ടായി എന്ന ആരോപണത്തിൽ നിയമസഭയിൽ പ്രതിഷേധിച്ചാണ് പിണറായി സഭയിൽ രംഗത്ത് വന്നത്. പിണറായി വിജയന് മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസവും പോസ്റ്റ് ഇട്ടിരുന്നു. പ്രതിഷേധത്തിനെതിരെ ജലപീരങ്കിയിൽ പോലീസ് ഉപയോഗിച്ച വെള്ളം കുപ്പിയിൽ കൊണ്ടുവന്ന് ആണ് പിണറായി വിജയൻ ഈ വിഷയം അവതരിപ്പിച്ചത്. ഇതിന് മറുപടിയുമായിട്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രതിപക്ഷ സമരക്കാരുടെ ദേഹത്ത് അടിച്ച ജലപീരങ്കിയിലെ വെള്ളം മലിനജലമായിരുന്നു എന്നാണ് പിണറായി പറഞ്ഞത്. നിങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങളുടെ ദേഹത്ത് അടിച്ചത് പനിനീരോ മിനറൽ വാട്ടറോ അല്ലായിരുന്നു. അന്ന് വസ്ത്രത്തിൻ്റെ നിറം മാറിയത് കളർ ഇളകിയത് കൊണ്ടല്ല, പോലീസിൻ്റെ ലാത്തിയും ഗ്രനേഡും ഏറ്റുവാങ്ങി ഞങ്ങളുടെ ചോര വീണത് കൊണ്ടായിരുന്നു. പ്രതിപക്ഷ യുവജന നേതാക്കളോടാണ് 10 കൊല്ലത്തിന് ശേഷം ആദ്യമായി തെരുവിൽ ഇറങ്ങിയത് കൊണ്ടാണ് ഈ ചൊറിച്ചിൽ, അതങ്ങ് മാറിക്കൊള്ളും, സമരാഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് അവസാനിപ്പിച്ചത്. തീർച്ചയായിട്ടും ഇത് ചെളിവെള്ളം കോരിയെടുക്കുന്ന ചിത്രമാണ് മെട്രോ വാർത്ത പ്രസിദ്ധീകരിച്ചത്. വെള്ളം ഏത് തരത്തിൽ കണ്ടാമിനേറ്റഡായി അല്ലെങ്കിൽ മാലിന്യം നിറഞ്ഞതായി എന്നതിനെക്കുറിച്ച് വ്യക്തമായി പരിശോധിക്കും. അങ്ങനെ ഒരു അബദ്ധമോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നടപടിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തു. എന്തായാലും വെള്ളം കോരിയെടുത്ത് കൊണ്ടുപോയ ഈ പരിപാടി അത്ര ഒരു ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ്സുകാരോട്. പിന്നെ ഈ ചുവന്ന മഷി കൊണ്ടുവന്ന് ഷട്ടിലൊക്കെ ഒഴിച്ചിട്ട് ചോരയാണെന്ന് പറയുന്ന ചില രാഷ്ട്രീയ പ്രവർത്തകരെയും ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പോസ്റ്റ് കണ്ടതുകൊണ്ട് പറയുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പലരും അങ്ങനെ ചെയ്ത, KSUകാരുമൊക്കെ അങ്ങനെ ചെയ്ത കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനോ അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കാനോ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാനോ ഉള്ള ഒരു നടപടിയായിട്ട് മാത്രമേ ഇത്തരം കള്ളത്തരങ്ങളെ അല്ലെങ്കിൽ തട്ടിപ്പുകളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. വെള്ളം മുക്കിയെടുത്തുകൊണ്ട് പോകുന്ന പ്രവർത്തകനെയും അതുപോലെ ആ വെള്ളക്കുപ്പി പൊക്കിപ്പിടിച്ചുകൊണ്ട് സഭയിൽ പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതിന് കൂട്ടുനിൽക്കുന്ന മുൻമന്ത്രി കെ രാജനെയും ഒക്കെ ഒരു നിമിഷം സ്തുതിച്ചു പോകുന്നു. നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ അത് ആരും കാണാതെ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണും, ഇല്ലാത്തതുകൊണ്ട് ഇത്തരം ഗിമ്മിക്കുകളൊന്നും ഇപ്പോൾ ഏൽക്കുന്നില്ല, അത് ഏൽക്കുകയുമില്ല.